ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സർക്യൂട്ട്, അതായത് ഒരു ബെഡ്റൂമിലേക്ക് ഒരു സർക്യൂട്ട് എങ്ങനെയാണെന്ന് അതിൻ്റെ വയറുകൾ എങ്ങനെയാണെന്ന് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു തുടർച്ച എന്ന രീതിയിലാണ് നമുക്ക് കാണാം. അതുപോലെ തന്നെ വരുന്ന മറ്റ് റൂമുകളിലേക്കും അതുപോലെ തന്നെ കിച്ചൺ, അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിലേക്കും നമ്മൾ കൊടുക്കുന്ന സർക്യൂട്ടുകൾ സെപ്പറേറ്റ് വലിച്ചിട്ടിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഓരോ സർക്യൂട്ട് സെപ്പറേറ്റ് ഈ കാണുന്ന എല്ലാം തന്നെ മുകളിൽ നിന്ന് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കിച്ചണിൻ്റെ പവർ സർക്യൂട്ട് വരുന്നുണ്ട്, മോട്ടറിൻ്റെ സർക്യൂട്ട് വരുന്നുണ്ട്, പിന്നെ അടുത്ത റൂമുകളുടെ സർക്യൂട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ AC-യുടെ സർക്യൂട്ട് വരുന്നുണ്ട്, പിന്നെ റൂമുകളിൽ നിന്ന് വരുന്ന എക്സ്ട്രാ സർക്യൂട്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്ററിൻ്റെ സർക്യൂട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിവിങ് ഏരിയ എന്ന് വരുന്ന സർക്യൂട്ടുകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ പിന്നെ ഇൻവെർട്ടറിൻ്റെ സർക്യൂട്ടുകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് വലിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC-ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫേസ് ന്യൂട്രും, അത് കൂടാതെ പിന്നെ റൂമിലേക്ക് വരുന്ന ഫേസ് ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇത്രയാണ് ഒരു റൂമിലേക്ക് മെയിനായിട്ട് വരുന്നത്. അത് തന്നെയാണ് എല്ലാ സ്ഥലത്തേക്കും വരുന്ന മെയിൻ സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ കളർ കോഡ് അനുസരിച്ചിട്ടാണ് വലിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പച്ച, അതുപോലെ തന്നെ വരുന്നത് പച്ച നമ്മൾ കൊടുക്കുന്നത് എർത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. 1.5 മഞ്ഞ കൊടുക്കുന്നത് ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1.5 നീല കൊടുക്കുന്നത് നമ്മുടെ മാസ്റ്ററിന് വേണ്ടിയിട്ട്. പിന്നെ ഇത്രയും ലൂപ്പ് എന്തിന് നമ്മൾ കൊടുക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതായത് നമുക്കിത് DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും ഓരോ പൊസിഷനിലാണ് കൊടുക്കേണ്ടത്. എർത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് എർത്ത് കൊടുക്കണം. പിന്നെ അപ്പോൾ എർത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്, ബാർ വരുന്നത് ഈ സൈഡിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ MCBകൾ വയ്ക്കുന്ന MCBകളുടെ മുകളിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങി റൗണ്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് നീറ്റ് ആവില്ല. അപ്പോൾ അത്രയും ഇതുണ്ടോ, ഇത് നിങ്ങൾ കാണിച്ചു തരാം. അതായത് ഇത്രയും നീളത്തിൽ നമ്മൾ വയർ എടുത്തിട്ട് ഈ സ്ഥലത്ത് കൂടി ഇങ്ങനെ വേണ്ടത് കാര്യങ്ങൾ ഏറ്റവും ആദ്യം വേണ്ട വയറുകൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ തിരിച്ചെടുത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം എർത്തിൻ്റെ സ്ഥലത്ത് എർത്ത്, ന്യൂട്രാണെങ്കിൽ ന്യൂട്രുകളെല്ലാം ഒന്നിച്ച് ന്യൂട്രൽ വരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ഇൻവെർട്ടർ വരുന്ന സ്ഥലങ്ങളിൽ ഇൻവെർട്ടർ, അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. ഏറ്റവും ആദ്യം നമ്മൾ DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് എടുക്കുന്ന എർത്താണ്. ഈ എർത്ത് വയർ എല്ലാം തന്നെ ഈ സർക്യൂട്ടുകളിലെല്ലാം തന്നെ എർത്ത് വയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലൂടെ കർവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഈ എർത്ത് ബാറിലേക്ക് നമ്മൾ കൊടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് സെപ്പറേറ്റ് എർത്ത് നമ്മുടെ വീടിൻ്റെ പുറത്തേക്കുള്ള സെക്ഷനിലേക്കാണ് പോകുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ന്യൂട്രാണ്. ന്യൂട്രലുകളെല്ലാം എടുത്തതിന് ശേഷം ഈ ന്യൂട്രൽ ബാർ കണ്ടോ, ഈ 3 ന്യൂട്രൽ ബാറുണ്ട്. ഈ 3 നമുക്ക് 3 യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും യൂസ് ചെയ്യാം. പിന്നെ സോളാർ കൊടുക്കുന്ന വേണമെങ്കിൽ ഒരു ന്യൂട്രൽ ബാർ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഒഴിച്ചിടുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ നമ്മളിവിടെ കൊണ്ടുപോകുന്നതിന് ശേഷം എല്ലാ റൂമുകളിൽ നിന്ന് ഇൻവെർട്ടർ സെറ്റ് ചെയ്ത് അവിടെ കൊണ്ടുവരും. അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇൻവെർട്ടർ എല്ലാം കൂടി കൊണ്ടുവന്നതിന് ശേഷം നേരെ ഏതെങ്കിലും ഒരു MCBയിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുന്നതായിരിക്കും. ഇൻവെർട്ടറിന് ഔട്ട് വേണ്ടി സെപ്പറേറ്റ് ഒരു MCB നമ്മൾ വെച്ചതിന് ശേഷം അതിലേക്ക് കൊടുക്കുന്നു. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മാസ്റ്ററുകളെല്ലാം തന്നെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് ലിങ്ക് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യണം, അതിൻ്റെ അകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഫേസ് ആണ് വരുന്നത്. ഈ ഫേസുകളെല്ലാം തന്നെ വളച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്ന് ഈ MCBകളുടെ സെക്ഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മീറ്റർ ബോക്സിൽ നിന്ന് RYB 3 ഫേസ് ന്യൂട്രുമാണ് ഇവിടെ വന്ന് കിടക്കുന്നത്.